ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലെ ജബൽ അൽ ഖൊലയിലുള്ള സിറ്റാഡലിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞാൻ. ഇവിടെ ഈ ചിതറിക്കിടക്കുന്ന ഓരോ ശിലാഖണ്ഡവും ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. അക്കാണുന്നത് സിറ്റാഡലിലെ ഉമയാദ് കൊട്ടാരത്തിന്റെ പടിപ്പുര മകുടമാണ്. അതിന്റെ പരിസരത്തുമുണ്ട് ചിതറിക്കിടക്കുന്ന ഒട്ടേറെ ചരിത്രാവശിഷ്ടങ്ങൾ. എത്രയോ ഭരണാധികാരികൾ. നൂറ്റാണ്ടുകളുടെ ശബ്ദവും വിയർപ്പും കണ്ണുനീരുമെല്ലാം ഇവിടെ തങ്ങി നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. തകർന്ന തൂണുകളുടെ അവശിഷ്ടങ്ങളോടെ കാണുന്ന ഈ ഭാഗം പണ്ട് ഇവിടെയുണ്ടായിരുന്ന ഒരു മോസ്കിന്റെ ഹാളായിരുന്നു. 6 നിര തൂണുകളോടുകൂടിയ വലിയൊരു നിർമ്മിതിയായിരുന്നു മോസ്ക്. 13 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെയുണ്ടായിരുന്ന ഉമയാദ് മോസ്കിന്റെ ശേഷിപ്പുകളാണ് ഇക്കാണുന്നതെല്ലാം. ഒരു ഗൈഡ് ഒരിടത്തു നിന്ന് ടൂറിസ്റ്റുകളുടെ വലിയൊരു സംഘത്തിന് ചരിത്രം വിവരിച്ചു നൽകുന്നു. വേറെ കുറെ സഞ്ചാരികൾ ഉമയാദ് കൊട്ടാരത്തിന്റെ പടിപ്പുരയിലേക്ക് നടക്കുന്നു. മോണിമെന്റൽ ഗേറ്റ്വേയിലൂടെയാണ് അവർ പോകുന്നത്. ഇതാണ് ഉമയാദ് മോസ്കിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ. മോസ്കിന്റെ ഈ ഒരു ഭിത്തി മാത്രമേ ഇന്ന് പൂർണ്ണതയോടെ അവശേഷിക്കുന്നുള്ളൂ. പുരാതന കാലം മുതൽ സിറ്റാഡലിലുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ കല്ലുപയോഗിച്ചാണ് AD 730 ഈ മോസ്ക് നിർമ്മിച്ചത്. മോസ്കിന് തൊട്ടടുത്തു തന്നെയാണ് കൊട്ടാരം. മോസ്കിന്റെ ഒരു വശത്തെ നീളൻ പടിക്കെട്ടുകൾ ഇറങ്ങിയെത്തുക കൊട്ടാരത്തിന്റെ മുറ്റത്തേക്കാണ്. വിശാലമായ മുറ്റം. ഉമയാദ് ഗവർണറുടെ കൊട്ടാരത്തിലേക്കുള്ള സന്ദർശകരെ കൊട്ടാരം ഉദ്യോഗസ്ഥർ ആദ്യം സ്ക്രീൻ ചെയ്ത ശേഷം അർഹരായവർ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു പതിവ്. കൊട്ടാരത്തിനുള്ളിൽ നിന്നും പിന്നീട് അറിയിപ്പ് വരുന്ന മുറയ്ക്ക് മാത്രമേ അവർക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഇതാണ് മോണിമെന്റൽ ഗേറ്റ്വേ. മുറ്റത്തുകൂടി ഞാൻ കൊട്ടാരം പടിപ്പുരയിലേക്കാണ് നടക്കുന്നത്. ഇതും ഒട്ടൊക്കെ തകർന്നടിഞ്ഞുപോയ ഒരു നിർമ്മിതിയായിരുന്നു. അടുത്ത കാലത്താണ് എൻട്രൻസ് ഹാൾ ഈ വിധം പുനർനിർമ്മിക്കപ്പെട്ടത്. കൊട്ടാരത്തിന്റെ പടിവാതിൽ മാത്രമായിരുന്നു ഇത്. അതിനപ്പുറമുള്ള വിശാലമായ ഒരു ഭാഗത്തായിരുന്നു ഉമയാദ് ഗവർണറുടെ കൊട്ടാരം. അങ്ങകലെ മറ്റൊരു മോസ്കിന്റെ മിനാരം കാണാം. പുതിയ നഗരഭാഗത്തെ പുതിയ കാലത്തെ ഒരു മോസ്കിന്റെ മിനാരമാണത്. പടിപ്പുര പണിതിരിക്കുന്ന കല്ലുകളുടെ വലിപ്പവും പടിപ്പുരയുടെ തന്നെ വിശാലതയും കണ്ടാൽ ഇവിടെയുണ്ടായിരുന്ന കൊട്ടാരത്തിന്റെ വൈപുല്യം വ്യക്തമാകും. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഞാൻ സിറ്റാഡലിലേക്ക് കയറി വരുമ്പോൾ ഏതാനും സഞ്ചാരികളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ എങ്കിലും ഇപ്പോൾ ഈ പ്രദേശമാകെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൊട്ടാരത്തിന്റെ എൻട്രൻസ് ഹാളിലേക്ക് കടന്നു. വലിയൊരു ഹാളാണിത്. ജബൽ അൽ ഖൊലയുടെ വടക്കൻ ഭാഗത്താകെ വ്യാപിച്ചു നിൽക്കുന്ന കൊട്ടാരമാണ് ഉമയാദുകൾ ഈ പടിപ്പുരയോടനുബന്ധിച്ച് നിർമ്മിച്ചത്. റോമൻ കാലത്ത് സിറ്റാഡലിൽ പണിത കെട്ടിടങ്ങളുടെ കല്ലുപയോഗിച്ചായിരുന്നു കൊട്ടാരത്തിന്റെ നിർമ്മാണം. ദമാസ്കസ് ആസ്ഥാനമാക്കി അറേബ്യ ഭരിച്ചിരുന്ന ഉമയാദ് ചക്രവർത്തിമാർ തങ്ങളുടെ തലസ്ഥാന നഗരത്തോളം തന്നെ പ്രാധാന്യം അമാൻ പട്ടണത്തിനും നൽകിയിരുന്നു. വിപുലമായ ഒരു കൊട്ടാര സമുച്ചയം ഇവിടെ നിർമ്മിച്ചതിനൊപ്പം അതിശക്തമായ ഒരു സൈന്യത്തെയും അവർ ഇവിടെ നിയോഗിച്ചിരുന്നു. മലമുകളിലെ കൊട്ടാരത്തിലിരുന്നാണ് ഉമയാദ് ഗവർണർമാർ ജോർദാന്റെ ഒരു വിശാല പ്രദേശത്തെ ആകെ ഭരിച്ചത്. AD 724 മുതൽ 743 വരെ അധികാരത്തിലിരുന്ന ഖലീഫ ഹിഷാം ആയിരുന്നു ഇവിടുത്തെ കൊട്ടാരത്തിലിരുന്ന് ജോർദാൻ ദേശം ഭരിച്ച ഏറ്റവും പ്രഗത്ഭനായ ഉമയാദ് ഭരണാധികാരി. അദ്ദേഹമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതും. ഈ മകുടം പുതിയ കാലത്തെ നിർമ്മിതിയാണ്. 1990കളിൽ ഉമയാദ് പാലസ് റെസ്റ്റോറേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് മരം കൊണ്ട് താഴികക്കുടം പണിതത്. എൻട്രൻസ് ഹാളിന്റെ പല ഭാഗങ്ങളും പുതിയ കാലത്ത് നിർമ്മിച്ചത് തന്നെയാണ്. ടൂറിസ്റ്റുകളുടെ പ്രവാഹം തുടരുകയാണ്. ഈ വരണ്ട വേനൽക്കാലത്തും 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിന്റെ അസഹ്യതയിലും അമാനിലേക്ക് ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നുണ്ട്. അമ്മാൻ പോലൊരു നഗരം വിനോദ ടൂറിസത്തിന് പറ്റിയതല്ല. പക്ഷേ ചരിത്രാന്വേഷികൾക്ക് അത്ഭുതങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് അമാൻ നഗരവും ജോർദാൻ തന്നെയും. അമ്മാനിലെ കാഴ്ചകൾ ആവേശഭരിതമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അമാൻ വിട്ടുള്ള ഈ രാജ്യത്തെ മറ്റു പല ചരിത്രശേഷിപ്പുകളും നവ്യമായ കാഴ്ചാനുഭവമാണ് നമുക്ക് നൽകുക. പുനരുദ്ധാരണത്തിന്റെ ഉണർവോടെ നിൽക്കുകയാണ് എൻട്രൻസ് ഹാൾ.
1980-കൾ വരെയും ഹാൾ ഈ വിധമായിരുന്നു. അതിന് മരം കൊണ്ടുള്ള ഒരു താഴികക്കുടം പണിത് ഇങ്ങനെ മാറ്റിയെടുത്തത് 90കളിൽ സ്പാനിഷ് ഇറ്റാലിയൻ പുരാവസ്തു ഗവേഷകരുടെ കൂടി സഹായത്തോടെയാണ്. ഞാൻ പടിപ്പുര ഹാളിന്റെ പിന്നിലെ വാതിലിലേക്ക് നടന്നു. കൂറ്റൻ വാതിലിന് ചുവട്ടിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. വാതിൽ കടന്നാൽ എത്തുന്നത് ഉമയാദ് ഗവർണറുടെ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ്. അതിവിപുലമായ ഒരു കൊട്ടാര കോംപ്ലക്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചരിത്രമുറങ്ങുന്ന കൽക്കെട്ടുകൾ. ടൂറിസ്റ്റുകൾ അതൊക്കെ കണ്ടും വെയിലത്തിറങ്ങാൻ മടിച്ചും നിൽക്കുന്നു. ചിലർ വെയിൽ സഹിച്ചും മുന്നോട്ട് നടക്കുന്നുണ്ട്. കോളനിയിഡഡ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന കൊട്ടാര കോംപ്ലക്സിന് മധ്യത്തിലെ പ്രധാന പാതയിലൂടെയാണ് അവർ പോകുന്നത്. എൻട്രൻസ് ഹാളിനെ കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു പാതയായിരുന്നു കോളനിയിഡഡ് സ്ട്രീറ്റ്. എൻട്രൻസ് ഹാളിന് പുറത്ത് അവിടെ നിന്നും കൊട്ടാര കോംപ്ലക്സിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കോളനിയിഡഡ് സ്ട്രീറ്റിൽ ഓരോ കൊട്ടാരക്കെട്ടിലേക്കും പോകുന്ന വഴികളിൽ എന്നിങ്ങനെ എല്ലായിടത്തും കാവലുണ്ടായിരുന്നു പണ്ട്. സാധാരണക്കാർക്ക് ഈ ഭാഗത്തേക്കൊന്നും പ്രവേശനമുണ്ടായിരുന്നില്ല. കൊട്ടാരം ഏറ്റവും സജീവമായി നിലനിന്നിരുന്ന കാലത്തും ഈ വഴിയിലെല്ലാം വളരെ കുറച്ച് ആളുകളെ സഞ്ചരിച്ചിരുന്നുള്ളൂ എന്നതാണ് കൗതുകകരമായ കാര്യം. കൊട്ടാരവാസികളും കാവൽക്കാരും പ്രധാന ഉദ്യോഗസ്ഥരും ഗവർണറെ പുതിയ കാര്യങ്ങൾ ധരിപ്പിക്കാനോ പരാതി നൽകാനോ എത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളും മാത്രമേ ഈ വഴി നടന്നിരുന്നുള്ളൂ. രണ്ട് ഭാഗത്തും നിരന്നു നിൽക്കുന്ന തൂണുകളോടുകൂടിയ പോർട്ടിക്കോയുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കോളനിയിഡഡ് സ്ട്രീറ്റ് ചെന്നെത്തുന്നത് ഓഡിയൻസ് ഹാൾ അല്ലെങ്കിൽ ത്രോൺ ചേംബർ എന്നറിയപ്പെടുന്ന വലിയൊരു ഹാളിന്റെ ശേഷിപ്പുകളിലേക്കാണ്. കൂറ്റൻ ശിലാഖണ്ഡങ്ങൾ അടുക്കിവെച്ചുണ്ടാക്കിയ അതിന്റെ ഭിത്തികൾ ഇവിടെ നിന്ന് കാണാം. ഉമയാദുകളുടെ കാലത്ത്, അതായത് 8-ാം നൂറ്റാണ്ടിൽ വെട്ടിയെടുത്ത കല്ലുകളല്ല ഇതെന്നതാണ് പ്രധാന കാര്യം. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് റോമാക്കാരും ബൈസന്റൈൻമാരുമൊക്കെ അമ്മാൻ സിറ്റാഡലിൽ പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ പൊളിച്ച് ആ കല്ലുകൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഓഡിയൻസ് ഹാൾ. AD 730 തന്നെയായിരുന്നു ഇവാൻ എന്നറിയപ്പെടുന്ന ഈ ഹാളിന്റെയും അനുബന്ധമായുള്ള മുറികളുടെയും നിർമ്മാണം. തെരഞ്ഞെടുക്കപ്പെട്ട പൗരപ്രമുഖരിൽ നിന്നും വിവരങ്ങൾ കേൾക്കാനും പ്രവിശ്യകളുടെ ഭരണം നിയന്ത്രിക്കുന്ന കാര്യക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ഗവർണർ ഉപവിഷ്ടനായിരുന്നത് ഈ ഹാളിലായിരുന്നു. ഹാളിനോടനുബന്ധിച്ച് കുറേയേറെ മുറികളുണ്ട്. ഗവർണറുടെ പ്രധാന കാര്യാലയം, അദ്ദേഹം വിശ്രമിച്ചിരുന്ന മുറികൾ, വിദേശ പ്രതിനിധികളെ സ്വീകരിച്ചിരുന്ന ഹാൾ, ഗവർണറുടെ അധികാരവസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ചേംബറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കൊട്ടാരക്കെട്ടുകളിലൂടെ നടന്നെത്തിയത് പഴയ സിറ്റി വാളിന്റെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നിൽക്കുമ്പോൾ പുതിയ നഗരഭാഗങ്ങളിലെ കെട്ടിടനിരകളും അതിനിടയിലൂടെയുള്ള പാതകളുമൊക്കെ കാഴ്ചയിലേക്കെത്തുന്നു. പഴയ നഗരം ഒരു ഭാഗത്ത് തകർന്നടിഞ്ഞു വീണുപോയപ്പോൾ അതിനു ചുറ്റിനുമായി പുതിയ കാലഘട്ടത്തിന്റെ ജനസമൂഹം ആവാസ വ്യവസ്ഥ തീർത്തിരിക്കുന്നു. നഗരം ഇന്നത്തെ നിലയിലെത്താൻ എത്ര ചരിത്രം ഈ വഴികളിലൂടെയൊക്കെ കടന്നുപോയെന്നാണ് ഞാൻ ഇതുവഴി നടക്കുമ്പോൾ ചിന്തിക്കുന്നത്. ജോർദാനിലേക്ക് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ വളരെ അപൂർവമായേ എത്താറുള്ളൂ. കേരളത്തിൽ നിന്നും ഹോളിലാൻഡ് തീർത്ഥാടനത്തിന് പോകുന്നവർ ചിലപ്പോൾ ഈ സിറ്റാഡലിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താറുണ്ട്. അല്ലാതെ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഒരു ടൂറിസ്റ്റും അമ്മാനിലേക്കും ജോർദാനിലേക്ക് തന്നെയും എത്താറില്ല. ജോർദാനിലെ പെട്ര പോലുള്ള ലോകാത്ഭുതങ്ങളുടെ കാഴ്ചയിലേക്ക് പോലും മലയാളികളായ ഹോളിലാൻഡ് യാത്രക്കാർ പോകാറില്ലെന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. അവർ ആകപ്പാടെ കാണുന്നത് ഈ വരണ്ട കുന്നിൻപുറവും അവിടുത്തെ തകർന്ന കുറെ കല്ലുകളും മാത്രമാണ്. ജോർദാൻ എന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു നാടാണെന്ന ചിന്തയുമായാണ് ജോർദാൻ സന്ദർശിക്കുന്ന മലയാളി സഞ്ചാരികൾ തിരികെ എത്താറുള്ളത്. എന്നാൽ ജോർദാൻ അത്ഭുതങ്ങളുടെ ഒരു ഭൂമിയാണെന്ന കാര്യം അടുത്ത ഏതാനും ദിവസങ്ങളിലൂടെ സഞ്ചാരം കാണിച്ചു തരാൻ പോവുകയാണ്. ഇതാണ് ഉമയാദ് കൊട്ടാരത്തിനോടനുബന്ധിച്ചുള്ള റെസിഡൻഷ്യൽ ഏരിയ. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ കുടുംബസമേതം വസിച്ചിരുന്നത്. പ്രധാന കൊട്ടാരക്കെട്ടിന്റെ 2 ഭാഗങ്ങളിലായി 2 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
ഉമയാദ് സിറ്റിയിലെ വിലക്കപ്പെട്ട നഗരഭാഗം എന്നൊരു വിശേഷണം കൂടി ഈ റെസിഡൻഷ്യൽ ഏരിയയ്ക്കുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ വസിച്ചിരുന്നതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. പല കുടുംബങ്ങൾക്ക് വസിക്കാവുന്ന വലിയ ഒറ്റ കെട്ടിടങ്ങളും ഓരോ കുടുംബത്തിനു വേണ്ടി മാത്രമുള്ള ഓരോ ചെറിയ കെട്ടിടങ്ങളും. തകർന്നടിഞ്ഞും മണ്ണുമൂടിയും കിടന്ന ഈ കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം ഗവേഷകർ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ അതീവ സൂക്ഷ്മതയോടെ വീണ്ടെടുക്കുകയാണുണ്ടായത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ഓപ്പൺ സിസ്റ്റേൺ എന്നറിയപ്പെടുന്ന വലിയൊരു ജലസംഭരണിക്കരികിലേക്കാണ്. വൃത്താകാരത്തിലുള്ള ഒരു കിണർ, ചെറിയൊരു നീരുറവ് പോലുമില്ലാത്ത വരണ്ട കുന്നിന്റെ നെറുകയിലാണ് കോട്ട. അവിടുത്തെ ആവശ്യത്തിന് മഴക്കാലത്ത് ഇത്തരം വലിയ സംഭരണികളിൽ ജലം ശേഖരിച്ചു വെക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ബിർക്ക എന്നറിയപ്പെടുന്ന ഈ ഓപ്പൺ സിസ്റ്റേൺ AD 730 നിർമ്മിച്ചതാണ്. 42,000 ഘനയടി വെള്ളം സംഭരിക്കുന്നതിനുള്ള ശേഷി ഇതിനുണ്ട്. ഇന്ന് ചുറ്റും വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ഓപ്പൺ സിസ്റ്റേൺ. പണ്ട് ഈ ജലസംഭരണിക്ക് പ്രത്യേക കാവലും അതിൽ നിന്നും ജലമെടുക്കുന്നത് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പ്രത്യേക ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. സംഭരണിയുടെ മധ്യത്തിൽ വലിയൊരു കൽത്തൂൺ ഉണ്ടായിരുന്നെന്നും അതിലെ അടയാളം നോക്കിയാണ് ഉദ്യോഗസ്ഥർ ജലത്തിന്റെ അളവ് മനസ്സിലാക്കിയിരുന്നതെന്നും ചരിത്രം. ഇതിവിടുത്തെ പൊതു കുളിപ്പുരകളായിരുന്നു. പുരാതന മുസ്ലിം ലോകത്ത് സാധാരണമായിരുന്നു ഹമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊതു സ്നാനഗേഹങ്ങൾ. വെങ്കലയുഗത്തിൽ ഇന്നത്തെ അമ്മാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കെത്തിയ ജനത അവിടുത്തെ ഏറ്റവും വലിയ മലയുടെ മുകൾ തട്ടിലാണ് തങ്ങളുടെ ആവാസസ്ഥാനം കണ്ടെത്തിയത്. ജലസാന്നിധ്യമുള്ള മരുപ്പച്ചകളിൽ പാർക്കാൻ ജനസമൂഹങ്ങൾ മത്സരിച്ചിരുന്ന അക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത ഈ കുന്നിൻ മുകളിൽ കോട്ടകെട്ടി പാർപ്പുറപ്പിക്കാൻ അന്നത്തെ ആളുകൾ തീരുമാനിച്ചതിന്റെ കാരണമെന്തെന്ന് കണ്ടെത്താൻ ഇന്നും ഗവേഷകർക്കായിട്ടില്ല. റോമൻ കാലത്തും ബൈസന്റൈൻ കാലത്തും ഒരു സൈനിക കേന്ദ്രവും ആരാധനാസ്ഥലവുമായിരുന്നു അമ്മാൻ സിറ്റാഡൽ. ബൈസന്റൈൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ ഉമയാദുകളാണ് ഇവിടെ കൊട്ടാരം പണിത് മേഖലയുടെ ഭരണസ്ഥിരാകേന്ദ്രമാക്കി സിറ്റാഡലിനെ മാറ്റിയത്. ബൈസന്റൈൻ കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ദേവാലയത്തിന്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ പണി പൂർത്തിയായ ദേവാലയത്തിന്റെ കൊറിന്ത്യൻ തൂണുകളും കൊത്തുപണികളോടുകൂടിയ പില്ലർ ക്യാപിറ്റലുമൊക്കെ ഇതിൽ കാണാം. അത് ബൈസന്റൈൻ നിർമ്മിതികളല്ല. റോമാക്കാർ പണിത ഹെർക്കുലീസ് ക്ഷേത്രത്തിന്റെ തൂണുകൾ ബൈസന്റൈൻമാർ ഇതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ 200 വർഷത്തിനു ശേഷം ചരിത്രം വീണ്ടും മാറിമറിഞ്ഞു. ബൈസന്റൈൻ ദേവാലയത്തിന്റെ കല്ലുകൾ ഉമയാദ് മോസ്കിനും കൊട്ടാരത്തിനും ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത്. അങ്ങനെ ചരിത്രം അതിന്റെ വൃത്തങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വദേശികളായ ടൂറിസ്റ്റുകളെയും അമ്മാൻ സിറ്റാഡലിൽ പലയിടത്തു വച്ചും കണ്ടുമുട്ടുന്നുണ്ട്. കുന്നിറങ്ങി നടക്കുമ്പോൾ ഇവിടെ പുതിയ കാലത്തിന്റെ ഒരു സെമിത്തേരിയുടെ അവശിഷ്ടങ്ങൾ കാണാം. 1950-കൾ മുതൽ 70-കൾ വരെയുള്ള കാലത്ത് അമ്മാനിലെ ആളുകൾ കുറെ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചിരുന്നു. ഞാൻ സിറ്റാഡലിന്റെ പ്രധാന കവാടത്തിലേക്ക് തിരികെ എത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ മലമുകളിൽ ചരിത്രത്തിന്റെ നിത്യസാക്ഷ്യം പോലെ ഹെർക്കുലീസ് ക്ഷേത്ര തൂണുകൾ കാണാം. നേരം 11 മണിയാവുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെ ഇനി മടക്കമാണ്. പാർക്കിംഗ് യാർഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുറേയേറെ വാഹനങ്ങൾ കാണുന്നു. ടൂറിസ്റ്റ് ബസ്സുകളിലും ചെറു കാറുകളിലുമൊക്കെ ആളുകൾ വന്നിരിക്കുന്നു. ഡ്രൈവർ ഹാബിസ് കാറുമായി കാത്തിരിപ്പുണ്ട്. ജബൽ അൽ ഖൊലയിൽ നിന്നും യാത്ര തുടരുകയാണ്. ഹാബിസിന് ഇംഗ്ലീഷ് അറിയാമെന്നത് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ ഇവിടുത്തെ ചരിത്ര സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ വിവരമില്ല താനും. സാധാരണ ഒരു ഡ്രൈവർക്കുള്ള അറിവുകളേ ഉള്ളൂ. അബ്ദുള്ള രാജാവ് ഇപ്പോൾ വസിക്കുന്ന കൊട്ടാരം എവിടെയാണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. കുന്നിറങ്ങിയും ഇടത്തെരുവുകൾ കടന്നും ഇനി പോകുന്നത് റോമൻ തിയേറ്ററിനടുത്തേക്കാണ്. ഈ നഗരക്കാഴ്ചകൾക്ക് പൊലിമയോ ദുബായ് പോലുള്ള ഗൾഫ് നഗരങ്ങളുടെ തിളക്കമോ ഇല്ല.
എണ്ണസമ്പത്തില്ലാത്ത ഒരു അറബ് രാജ്യത്തിന്റെ ശരിയായ കാഴ്ച ഇതാണ്. ടൂറിസത്തിലൂടെയും ചെറിയ ചില കയറ്റുമതിയിലൂടെയും മാത്രമാണ് ഈ രാജ്യത്തേക്ക് വിദേശ നാണ്യം എത്തുന്നത്. ഭൂമിക്കടിയിൽ എണ്ണയില്ലെങ്കിൽ ഏത് അറബ് രാജ്യവും ഇങ്ങനെയൊക്കെ തന്നെ ആകുമായിരുന്നു. മറ്റ് അറബ് നാടുകളിൽ എണ്ണയുള്ളതുകൊണ്ടുകൂടിയാണ് ജോർദാനിൽ ഇത്രയെങ്കിലും പൊലിമ കാണാനാവുന്നതെന്ന് എനിക്ക് തോന്നി. സമാധാനം പുലരുന്ന അപൂർവം അറബ് രാജ്യങ്ങളിൽ ഒന്നാണെന്നതിനാൽ എണ്ണപ്പണത്തിന്റെ നാട്ടിലെ സമ്പന്നരും ഭരണാധികാരികളും വരെ ഇവിടെ കുറെ പണം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ രാജ്യത്തിന്റെ സമ്പന്നതയുടെ ഒരു നിദാനം. അതുകൊണ്ട് തന്നെ കഴിവതും ഇസ്രായേലുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കാൻ ജോർദാൻ ശ്രമിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിൽ ഇസ്രായേലുമായി നല്ല ബന്ധം പുലരുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ജോർദാൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്കുള്ള ടൂറിസ്റ്റുകൾ ഭൂരിഭാഗവും അമാനിലെ എയർപോർട്ടിൽ വന്നിറങ്ങി ഇവിടെ നിന്നും റോഡ് മാർഗമാണ് ഇസ്രായേലിലേക്ക് പോകുന്നത്. ഇസ്രായേലുമായി ജോർദാൻ പുലർത്തുന്ന നയതന്ത്ര ബന്ധം കൊണ്ടാണ് അത് സാധ്യമാകുന്നതും. ഈ മേഖലയിലെ മറ്റൊരു അറബ് രാജ്യത്തിനും ഇസ്രായേലുമായി അങ്ങനെ ഒരു ബന്ധമില്ല. ഈജിപ്ത് ഇസ്രായേലുമായി നല്ല ബന്ധമാണ് പുലർത്തുന്നതെങ്കിലും ഈജിപ്തിൽ ഭരണസ്ഥിരത ഇല്ലാത്തതിനാൽ അതിന് ഗുണഫലം ലഭിക്കുന്നില്ല. അമ്മാൻ നഗരഹൃദയത്തിലെ റോമൻ ആംഫി തിയേറ്ററിനടുത്തേക്കാണ് ഇപ്പോൾ കാർ എത്തിയിരിക്കുന്നത്. ആംഫി തിയേറ്റർ ഒരു കാഴ്ചയാണ്. അതിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്ന തൂണുകളും മറ്റു നിർമ്മിതികളുമെല്ലാം കാണുമ്പോൾ ഇത് പഴയകാലത്തെ വലിയൊരു നഗരത്തിന്റെ ചത്വരമായിരുന്നെന്നും അന്ന് പ്രൗഢമായ ഒരു നഗരഭാഗമായിരുന്നു ഇതെന്നുമുള്ള ഓർമ്മയാണ് നൽകുന്നത്. കാലത്തിന്റെ സാക്ഷികളായി അവയങ്ങനെ നിൽക്കുകയാണ്. റോമൻ തിയേറ്ററിനകത്ത് കയറണമെങ്കിൽ 1 ദിനാറിന്റെ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ 100 രൂപയ്ക്ക് തുല്യമായ നിരക്ക്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റുമെടുത്ത് തിയേറ്ററിന്റെ കവാടത്തിലേക്ക് നടന്നു. പലയിടത്തും ആളുകൾ വെറുതെ ഇരിക്കുന്നു. അതിബൃഹത്തായ ഒരു നിർമ്മിതിയാണ് റോമൻ തിയേറ്റർ. ലോകത്ത് ഇന്ന് അവശേഷിക്കുന്നവയിൽ ഏറ്റവും വലിപ്പവും പ്രൗഢിയുമുള്ള റോമൻ ആംഫി തിയേറ്ററുകളിൽ ഒന്നാണിത്. ഞാനും ഈ സഞ്ചാരികളുമൊക്കെ നിൽക്കുന്നത് അതിന്റെ പ്രധാന വേദിയിലാണ്. ഗാലറിയിൽ നിന്നാൽ തിയേറ്ററിന്റെ അരീനയായ നടുമുറ്റം വ്യക്തമായി കാണാം. പടവുകൾ കയറി അവിടേക്ക് നടന്നു. ഗാലറി പണിതിരിക്കുന്നത് കാണുക. എത്ര കൃത്യതയോടെയാണ് അർദ്ധവൃത്താകാരത്തിലുള്ള അതിന്റെ നിർമ്മിതി. അരീനയിൽ വിരിച്ചിരിക്കുന്ന കല്ലുകൾ മുറിച്ചു ചേർത്തതിൽ പോലുമുണ്ട് അനുപമമായ കൃത്യത. ഗാലറിയുടെ ഓരോ തട്ടിലേക്കും കയറിയെത്താൻ പടികളുണ്ട്. വളരെ ശാസ്ത്രീയമായ ഒരു നിർമ്മിതി. AD 138-നും 161-നും ഇടയിൽ നിർമ്മിച്ചതാണ് ഈ തിയേറ്ററെന്ന് ഓർക്കണം. ആധുനികമായ സ്റ്റേഡിയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടെന്നോണം നിൽക്കുകയാണിത്. 3 ഭാഗങ്ങളായാണ് തിയേറ്റർ നിലകൊള്ളുന്നത്. കുറേ ഇരിപ്പിടങ്ങൾക്ക് ശേഷം ആളുകൾക്ക് നടക്കാവുന്ന വീതിയാർന്ന ഒരു ഭാഗം, പിന്നെയും ഇരിപ്പിടങ്ങളുടെ ഒരു ഭാഗം, അതിനിടയിൽ കാവൽക്കാർക്ക് നിൽക്കാനുള്ള ഭാഗങ്ങൾ. അരീനയ്ക്ക് പിന്നിലായി ഒരു സ്റ്റേജുമുണ്ട്. ഇപ്പോഴും ഇവിടെ ചില കൺസേർട്ടുകളും നാടകങ്ങളുമെല്ലാം അരങ്ങേറാറുണ്ട്. പണ്ട് മല്ലന്മാരുടെ ഏറ്റുമുട്ടലുകളും കായിക മത്സരങ്ങളുമെല്ലാം ഇവിടെ നടന്നിട്ടുണ്ടാവാം. അന്റോണിയസ് പയസ് ചക്രവർത്തി നിർമ്മിക്കുകയും മാർക്കസ് ഔറേലിയസ് ചക്രവർത്തി കൂടുതൽ മനോഹരമാക്കുകയും ചെയ്ത തിയേറ്റർ. ഏതു സമയവും വേദിയിൽ നല്ല പ്രകാശം ലഭിക്കുകയും എന്നാൽ ഗാലറിയിലിരിക്കുന്ന ഒരാളുടെയെങ്കിലും കണ്ണിലേക്ക് പ്രകാശം കുത്തനെ പതിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ പുരാതന നിർമ്മിതിയുടെ പ്രത്യേകത. സമരോത്സുകതയായിരുന്നല്ലോ റോമൻ സാമ്രാജ്യത്തിലെ ജീവിതത്തിന്റെ മുഖമുദ്ര. മനുഷ്യർക്ക് ആനന്ദം പകരാനുള്ള വേദികളും ആവേശം പകരുന്ന മത്സരങ്ങളും അന്ന് സർവ്വസാധാരണമായിരുന്നു. അതിനുവേണ്ടിയാണ് തങ്ങളുടെ അധീനതയിലുള്ള നഗരങ്ങളിലെല്ലാം റോമൻ ചക്രവർത്തിമാർ ഇത്തരം ആംഫി തിയേറ്ററുകൾ നിർമ്മിച്ചത്. മല്ലയുദ്ധങ്ങളായിരുന്നു ഇത്തരം തിയേറ്ററുകളിൽ നടന്നിരുന്ന പ്രധാന വിനോദം. മനുഷ്യനും തമ്മിലും മനുഷ്യനും മൃഗങ്ങളും തമ്മിലും ഏറ്റുമുട്ടുന്നതും ജീവനു വേണ്ടി മത്സരിക്കുന്നതും കണ്ട് ജനം വിനോദിച്ചിരുന്ന ഒരു കാലം. അമ്മാനിലെ ഈ ആംഫി തിയേറ്ററിൽ നടന്നിരുന്ന വലിയ പോരാട്ടങ്ങളെക്കുറിച്ചൊന്നും ഗവേഷകർക്ക് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല.
മല്ലയുദ്ധത്തേക്കാൾ നാടകത്തിനു വേണ്ടിയാണ് ഈ തിയേറ്റർ ഉപയോഗപ്പെടുത്തിയിരുന്നതെന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. തിയേറ്റർ പടവിലൂടെ വീണ്ടും മുകളിലേക്ക് നടക്കാൻ ഞാൻ തീരുമാനിച്ചു. കൂറ്റിനൊരു നിർമ്മിതി തന്നെയാണിത്. ഒരു മലയുടെ ചെരുവിനെ അരിഞ്ഞിറക്കി കൃത്യമായ അളവുകളോടെ നിർമ്മിച്ച തിയേറ്റർ. മുകളിൽ നിൽക്കുമ്പോഴാണ് ഈ നിർമ്മിതിയുടെ വലിപ്പം വ്യക്തമാകുന്നത്. തിയേറ്ററിന് മുന്നിൽ പുതിയ കാലത്ത് മനോഹരമായി ഒരുക്കിയ ഒരു ചത്വരം, അതിനു ചുറ്റുമായി നഗരം, ചരിത്രത്തിൻ്റെ ഗാംഭീര്യമാർന്ന പ്രതീകമായി ഒരു തിയേറ്റർ. ആ കാഴ്ചയിൽ മുഴുകി ഞാൻ നിന്നു.